നമസ്കാരം. നമ്മളൊരു കെട്ടിടം കാണുമ്പോൾ അതിലെ ഓരോ ഇഷ്ടികയും എത്ര കൃത്യമായിട്ടാണ് വെച്ചിരിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് വെറും ഇഷ്ടികയും സിമന്റും മാത്രമല്ല, അതിലൊരു കലയുണ്ട്. ഇന്ന് നമ്മൾ ആ കലയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ബ്രിക്ക് മേസൺറി. ഓരോ ഇഷ്ടികയും ചേർത്ത് വെച്ച് എങ്ങനെയാണ് ശക്തവും മനോഹരവുമായ ഭിത്തികളുണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ വിഷയം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നമുക്കിതിനെ മൂന്നായിട്ട് തിരിക്കാം. ആദ്യം മേസൺറിയിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വാക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ബേസിക്സ് ഒന്ന് ഉറപ്പിക്കാം. അത് കഴിഞ്ഞ് ഇഷ്ടികകൾ അടുക്കുന്ന പലതരം രീതികളുണ്ട്. അതിനെയാണ് ബോണ്ടുകളെന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് വിശദമായി പഠിക്കും. പിന്നെ അവസാനം നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടോ എന്നറിയാൻ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ബ്രിക്ക് വർക്കിലെ അടിസ്ഥാന പദങ്ങൾ. ഒരു വീടിന് ഏറ്റവും പ്രധാനം അതിന്റെ ഫൗണ്ടേഷനാണല്ലോ, അല്ലേ? അതുപോലെ തന്നെയാണ് ഈ വാക്കുകളും. ഇവ കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ ഒരു ഭിത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിന്റെ ബലത്തിന്റെ രഹസ്യമെന്താണെന്നും നമുക്ക് പിടികിട്ടുകയുള്ളൂ. ആദ്യം തന്നെ എന്താണീ മേസൺറി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇഷ്ടിക, കല്ല്, ഇതുപോലുള്ള നിർമ്മാണ യൂണിറ്റുകൾ, മോർട്ടാർ അതായത് സിമന്റ് കൂട്ട് ഉപയോഗിച്ച് ഒന്നിച്ച് ചേർത്ത് വെച്ച് കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിനെയാണ് മേസൺറി എന്ന് പറയുന്നത്. പക്ഷേ ഇതൊരു സാധാരണ പണിയല്ല. ഭംഗിയും ബലവും ഒരുപോലെ ചേരുന്നൊരു കല കൂടിയാണ്. ഇനി നമുക്കൊരു ഇഷ്ടികയെ അടുത്തൊന്ന് പരിചയപ്പെടാം. അതിന്റെ ഓരോ ഭാഗത്തിനും ഓരോ പേരുണ്ട്. ദാ ഈ കാണുന്ന വീതി കുറഞ്ഞ മുൻവശമില്ലേ, അതിനെയാണ് ഹെഡർ എന്ന് പറയുന്നത്. അതിന്റെ നീളം കൂടിയ വശത്തെ നമ്മൾ സ്ട്രെച്ചർ എന്ന് വിളിക്കും. ഇനി ഇഷ്ടികയുടെ മുകളിലൊരു കുഴി കാണുന്നില്ലേ, അതാണ് ഫ്രോഗ്. മോർട്ടാർ ഇതിൽ നിറയുമ്പോൾ ഇഷ്ടികകൾ തമ്മിലൊരു ലോക്ക് പോലെ പ്രവർത്തിക്കും. അത് നല്ല പിടുത്തം കിട്ടാൻ സഹായിക്കും. ഇഷ്ടികയുടെ ഷാർപ്പായിട്ടുള്ള അരികുകളെ അറൈസിസ് എന്നും പറയുന്നു. ഇനി ഈ ഇഷ്ടികകളൊക്കെ ചേർത്ത് വെച്ചൊരു ഭിത്തി ഉണ്ടാക്കുമ്പോൾ വരുന്ന ചില വാക്കുകൾ നമുക്ക് നോക്കാം. ഒരേ ലെവലിൽ ഹൊറിസോണ്ടലായി വെക്കുന്ന ഒരു ലെയർ ഇഷ്ടികകളെ നമ്മൾ ഒരു കോഴ്സ് എന്ന് പറയും. ആ ഇഷ്ടിക വെക്കുന്ന മോർട്ടാർ പാളിയാണ് ബെഡ്. അപ്പോൾ രണ്ട് കോഴ്സുകൾക്കിടയിലുള്ള ആ ഹൊറിസോണ്ടൽ മോർട്ടാർ ജോയിന്റിനെ നമ്മൾ ബെഡ് ജോയിന്റ് എന്ന് പറയും. അതുപോലെ ഇഷ്ടികകൾക്കിടയിലുള്ള ഈ വെർട്ടിക്കൽ അതായത് കുത്തനെയുള്ള ജോയിന്റുകളാണ് പെർപെൻസ്. ഈ ഡയഗ്രം ഒന്ന് നോക്കിക്കേ. ഇവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ചുവന്ന ഇഷ്ടികൾക്കിടയിലുള്ള ചാരനിറത്തിലുള്ള ഹൊറിസോണ്ടൽ ലെയറുകളാണ് ബെഡ് അല്ലെങ്കിൽ ബെഡ് ജോയിന്റുകൾ. ഇഷ്ടികകൾക്കിടയിലുള്ള ആ വെളുത്ത വെർട്ടിക്കൽ ലൈനുകളാണ് പെർബെൻഡ്. ഈ ജോയിന്റുകൾ ഒന്നിനു മുകളിൽ ഒന്നായി ഒരേ ലൈനിൽ വരാതിരിക്കാനാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നത്. എല്ലായിടത്തും നമുക്കൊരു ഇഷ്ടിക വെക്കാൻ പറ്റില്ല, അല്ലേ? ചിലപ്പം ഭിത്തിയുടെ കോർണറിലോ ജനലിന്റെ സൈഡിലോ ഒക്കെ വരുമ്പം ഇഷ്ടിക മുറിക്കേണ്ടി വരും. അവിടെ കൃത്യമായ ഫിറ്റിങ്ങും ഉറപ്പും കിട്ടാൻ വേണ്ടിയാണത്. അങ്ങനെയുള്ള പ്രത്യേകതരം ഇഷ്ടികകളെയും ജോയിന്റുകളെയും കുറിച്ചാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഈ സാഹചര്യങ്ങളിലൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ഹീറോയാണ് ക്ലോസർ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വെർട്ടിക്കൽ ജോയിന്റുകൾ ഒരേ നേർരേഖയിൽ വന്നാൽ അത് ഭിത്തിയുടെ ബലം കുറയ്ക്കും. അതൊരു സിപ്പ് താഴേക്ക് ഊരിപ്പോകുന്ന പോലെയാണ്. ഈ പ്രശ്നം ഒഴിവാക്കാൻ കോഴ്സുകളുടെ അറ്റത്ത് വയ്ക്കുന്ന പ്രത്യേകമായി മുറിച്ചെടുത്ത ഇഷ്ടിക കഷ്ണങ്ങളെയാണ് നമ്മൾ ക്ലോസർ എന്ന് പറയുന്നത്. ഇഷ്ടിക മുറിക്കുന്ന രീതി അനുസരിച്ച് പലതരം കഷ്ണങ്ങളുണ്ട്. ഈ ചിത്രത്തിൽ ഇടതുവശത്ത് നോക്കൂ. ഇതാണ് ക്ലോസറുകൾ. ഉദാഹരണത്തിന് ഒരു ഇഷ്ടികയെ അതിന്റെ നീളത്തിൽ നേർപകുതിയായി മുറിച്ചാൽ അതിനെ ക്വീൻ ക്ലോസർ എന്ന് പറയും. ഇനി വലതുവശത്തുള്ളതോ, അതാണ് ബാറ്റ്. ഇഷ്ടികയെ വീതിയിൽ കുറുകെ മുറിക്കുമ്പോഴാണ് നമുക്ക് ബാറ്റ് കിട്ടുന്നത്. അപ്പോൾ ഭാവിയിൽ ഒരു ഭിത്തി അങ്ങോട്ട് നീട്ടി പണിയണം എന്ന് വയ്ക്കാം. അപ്പോൾ എന്തു ചെയ്യും? അതിന്റെ അറ്റം രണ്ട് രീതിയിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന്, ടൂത്തിങ്. പേരുപോലെ തന്നെ പല്ലുകൾ പോലെ ഒന്നിടവിട്ട് ഇഷ്ടികകൾ പുറത്തേക്ക് തള്ളി നിർത്തുന്ന രീതിയാണിത്. രണ്ടാമത്തത് റാക്കിംഗ് ബാക്ക്. ഇവിടെ ഭിത്തി ഒരു സ്റ്റെപ്പിന്റെ ആകൃതിയിലാണ് അവസാനിപ്പിക്കുന്നത്. ദാ ഈ ചിത്രങ്ങൾ നോക്കുമ്പോൾ ആ വ്യത്യാസം ക്ലിയർ ആവും. ഇടതുവശത്തുള്ളത് ടൂത്തിങ്. ഭാവിയിൽ പുതിയ ഭിത്തി പണിയുമ്പോൾ ഈ തള്ളി നിൽക്കുന്ന ഭാഗത്തേക്ക് ചേർത്ത് വെച്ച് കെട്ടാം. വലതുവശത്ത് കാണുന്ന സ്റ്റെപ്പ് പോലെയുള്ള രീതിയാണ് റാക്കിംഗ് ബാക്ക്. ഇതുവരെ നമ്മൾ വാക്കുകൾ പഠിച്ചു. ഇനി ആ വാക്കുകൾ വെച്ച് എങ്ങനെ നല്ല ഭംഗിയുള്ള വാക്യങ്ങൾ ഉണ്ടാക്കാമെന്ന് നോക്കാം, അല്ലേ? അതാണ് ബ്രിക്ക് ബോണ്ടുകൾ. ഭിത്തിക്ക് ഉറപ്പും ഭംഗിയും കൊടുക്കാൻ വേണ്ടി ഇഷ്ടികകൾ അറേഞ്ച് ചെയ്യുന്ന ഈ പാറ്റേണുകളെ നമുക്ക് ബ്രിക്ക് വർക്കിന്റെ ഗ്രാമർ എന്ന് തന്നെ വിളിക്കാം. ഏറ്റവും സിമ്പിളായിട്ടുള്ള രണ്ട് ബോണ്ടുകളാണ് സ്ട്രെച്ചർ ബോണ്ടും ഹെഡർ ബോണ്ടും. ഇടതുവശത്തുള്ള സ്ട്രെച്ചർ ബോണ്ടിൽ എല്ലാ ഇഷ്ടികകളും അതിന്റെ നീളമുള്ള വശം, അതായത് സ്ട്രെച്ചർ, പുറത്തേക്ക് കാണുന്ന രീതിയിലാണ് വയ്ക്കുന്നത്. ഇത് സാധാരണയായി വീടിന്റെ ഉള്ളിലെ പാർട്ടീഷൻ ഭിത്തികൾക്കാണ് ഉപയോഗിക്കുന്നത്. ഇനി വലതുവശത്തുള്ള ഹെഡർ ബോണ്ട് നോക്കൂ. ഇവിടെ എല്ലാ ഇഷ്ടികകളുടെയും വീതി കുറഞ്ഞ ഭാഗം, അതായത് ഹെഡറാണ് പുറത്തേക്ക് കാണുന്നത്. വളഞ്ഞ ഭിത്തികൾ നിർമ്മിക്കാൻ ഇത് വളരെ നല്ലതാണ്. ഇവിടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ.
ഇതൊരു പ്രധാനപ്പെട്ട എക്സാം പോയിന്റാണ്. ബ്രിക്ക് വർക്കിലെ ഏറ്റവും ശക്തമായ ബോണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഇംഗ്ലീഷ് ബോണ്ടാണ്. ഈ ഒരു പോയിന്റ് എപ്പോഴും ഓർത്തുവെക്കണം. പരീക്ഷകളിൽ ഇത് സ്ഥിരമായി ചോദിക്കാറുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ ഇംഗ്ലീഷ് ബോണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു വരി മുഴുവൻ സ്ട്രെച്ചറുകളാണെങ്കിൽ അതിന്റെ തൊട്ടു മുകളിലത്തെ വരി മുഴുവൻ ഹെഡറുകളായിരിക്കും. വീണ്ടും സ്ട്രെച്ചറുകൾ, പിന്നെ ഹെഡറുകൾ, ഇങ്ങനെ ഒന്നിടവിട്ട് വരുന്നതുകൊണ്ട് ഭാരം എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ട് ആവും. അതുകൊണ്ടാണ് ഭിത്തിക്ക് മാക്സിമം ബലം കിട്ടുന്നത്. അടുത്തതാണ് ഫ്ലെമിഷ് ബോണ്ട്. ഇംഗ്ലീഷ് ബോണ്ടിൽ നിന്ന് ഇതിനുള്ള വ്യത്യാസം എന്താണെന്നാൽ ഇവിടെ ഓരോ വരിയിലും ഹെഡറുകളും സ്ട്രെച്ചറുകളും ഒന്നിടവിട്ട് വരും. ഈ ചിത്രത്തിൽ കാണുന്നതുപോലെ ഒരു സ്ട്രെച്ചർ, പിന്നെ ഒരു ഹെഡർ, വീണ്ടും ഒരു സ്ട്രെച്ചർ, ഇങ്ങനെയാണ് അതിന്റെ ക്രമം. ഇത് ഇംഗ്ലീഷ് ബോണ്ടിനേക്കാൾ ഉറപ്പ് കുറവാണെങ്കിലും കാണാൻ കൂടുതൽ ഭംഗിയുള്ളതുകൊണ്ട് പലപ്പോഴും മുൻവശത്തെ ഭിത്തികൾക്ക് ഇത് ഉപയോഗിക്കാറുണ്ട്. അപ്പോ നമുക്കിത് രണ്ടും തമ്മിലൊന്ന് താരതമ്യം ചെയ്തു നോക്കിയാലോ? ഈ ടേബിൾ നോക്കൂ. ബലത്തിന്റെ കാര്യമെടുത്താൽ ആരാണ് കേമൻ? തീർച്ചയായും ഇംഗ്ലീഷ് ബോണ്ട്. പക്ഷേ ഭംഗിയുടെ കാര്യം നോക്കിയാലോ? അവിടെ ഫ്ലെമിഷ് ബോണ്ടിനാണ് മുൻതൂക്കം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഫ്ലെമിഷ് ബോണ്ട് ചെയ്യാൻ കുറച്ചുകൂടി വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾ വേണം. നമ്മൾ സാധാരണ കാണുന്ന ഇംഗ്ലീഷ്, ഫ്ലെമിഷ് ബോണ്ടുകൾ മാത്രമല്ല, വേറെയും കുറച്ച് സ്പെഷ്യൽ ബോണ്ടുകളുണ്ട്. ഓരോന്നിനും അതിൻ്റേതായ പ്രത്യേക ആവശ്യങ്ങളുണ്ട്. ചുറ്റുമതിലുകൾക്കും നല്ല കനമുള്ള ഭിത്തികൾക്കും അല്ലെങ്കിൽ അലങ്കാരത്തിനുമൊക്കെയായിട്ട് വേറെയും പാറ്റേണുകൾ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് അവയെക്കുറിച്ച് പെട്ടെന്നൊന്ന് നോക്കാം. ശ്രദ്ധിക്കൂ, ആദ്യത്തേത് ഗാർഡൻ വാൾ ബോണ്ട്. പേര് കേൾക്കുമ്പോഴേ അറിയാം ഇത് പ്രധാനമായും ചുറ്റുമതിലുകൾക്കാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് റാക്കിംഗ് ബോണ്ട്. നല്ല കനമുള്ള ഭിത്തികൾക്ക് എക്സ്ട്രാ ബലം കൊടുക്കാനാണിത്. ഇതിൽ ഇഷ്ടികകൾ ഒരു പ്രത്യേക ആംഗിളിൽ ചെരിച്ചാണ് വെക്കുന്നത്. മൂന്നാമത്തേത് ഡച്ച് ബോണ്ട്. ഇത് ഇംഗ്ലീഷ് ബോണ്ടിന്റെ ഒരു മോഡിഫിക്കേഷനാണ്. ഭിത്തിയുടെ കോർണറുകൾക്ക് കൂടുതൽ ബലം കൊടുക്കാൻ ഇത് സഹായിക്കും. അവസാനമായി ഫേസിംഗ് ബോണ്ട്. ഭിത്തിയുടെ മുൻഭാഗത്തും പിൻഭാഗത്തും വേറെ വേറെ വലുപ്പത്തിലുള്ള ഇഷ്ടികകൾ ഉപയോഗിക്കേണ്ടി വരുമ്പോഴാണ് ഈ ബോണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ശരി, നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. ബ്രിക്ക് മേസൺറിയുടെ ബേസിക്സും പ്രധാനപ്പെട്ട ബോണ്ടുകളുമൊക്കെ നോക്കി. ഇനി അതൊക്കെ ഓർമ്മയുണ്ടോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്താലോ? റെഡിയല്ലേ? ആദ്യത്തെ ചോദ്യം ഇതാണ്. ഒരു ഇഷ്ടികയെ നീളത്തിൽ പകുതിയായി മുറിച്ചാൽ ആ ഭാഗത്തെ എന്തു വിളിക്കും? ഓപ്ഷനുകൾ സ്ക്രീനിലുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഉത്തരം കിട്ടിയോ? അതെ, ശരി ഉത്തരം ഓപ്ഷൻ ബി, ക്വീൻ ക്ലോസറാണ്. നമ്മളിത് നേരത്തെ ചിത്രത്തിൽ കണ്ടതാണ്, ഓർമ്മയില്ലേ? അടുത്ത ചോദ്യം. ഒരു ഭിത്തിയുടെ മുൻഭാഗത്തിനും, അതായത് ഫേസിങ്ങിനും, പിൻഭാഗത്തിനും, അതായത് ബാഗിങ്ങിനും ഇടയിലുള്ള ഭാഗത്തെ എന്തു പറയുന്നു? ഓപ്ഷനുകൾ നോക്കൂ. ഇതിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഹാർട്ടിംഗ് ആണ്. ഭിത്തിയുടെ ഉൾഭാഗം ഫിൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലിനെയാണ് ഹാർട്ടിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ അവസാനത്തെ ചോദ്യം. ഒന്നിടവിട്ട കോഴ്സുകളിൽ പൂർണ്ണമായും ഹെഡറുകളും സ്ട്രക്ചറുകളും വരുന്ന ബോണ്ട് ഏതാണ്? ഓപ്ഷനുകൾ സ്ക്രീനിലുണ്ട്. ഇത് എളുപ്പമുള്ള ചോദ്യമാണ്. ഉത്തരം ഓപ്ഷൻ എ, ഇംഗ്ലീഷ് ബോണ്ടാണ്. ഓർമ്മയുണ്ടല്ലോ, ഇതാണ് ഏറ്റവും ശക്തമായ ബോണ്ട്. അപ്പോൾ നിങ്ങളുടെ പരീക്ഷകൾക്ക് വേണ്ടി ഇന്നു പഠിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്താണ്? ഓർക്കുക, ഓരോ ഇഷ്ടികയും കൃത്യമായി വയ്ക്കുമ്പോഴാണ് ശക്തമായൊരു കെട്ടിടമുണ്ടാകുന്നത്. അതുപോലെ ഓരോ ദിവസവും കുറച്ചായി പഠിച്ച് നിങ്ങളുടെ ലക്ഷ്യമാകുന്ന ആ വലിയ കെട്ടിടം പടുത്തുയർത്തുക. നിങ്ങളുടെ പഠനത്തിനും പരിശ്രമങ്ങൾക്കും എല്ലാവിധ ആശംസകളും.